പേടി. ഈ സിനിമയ്ക്ക് പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കല്ലേ മോനെ, ഒന്ന് കയറി കാണാൻ ടിക്കറ്റ് എടുത്തു. അമ്മാതിരി സിനിമയാണ് ചെയ്തു വെച്ചിരുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. 1 മണിക്കൂർ അവസാനം നമുക്ക് തകർത്തു. 1 man ഷോ. മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമ, ലോക സിനിമയിൽ ഞെട്ടുന്ന സാധനമാണ് ഇത്. കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് സിനിമ. ഇന്നത്തെ ഒരു കുറ്റാന്വേഷണ സിനിമയാണ് അവസാനം വരെ. പക്ഷേ അവസാനം പറയാൻ വാക്കുകളില്ല. നിങ്ങൾ കണ്ടു തന്നെ ആവണം. വല്ലാത്ത സിനിമയാണ്. അമ്മാതിരി സിനിമയാണ് ചെയ്തു ചെയ്യുന്നത്. നമുക്ക് പ്രസ് മീറ്റ് ഇല്ലാതെ, ഹൈപ്പ് കൊടുക്കാതെ, പ്രചരണം കൊടുക്കാതെ വന്നപ്പോഴേ വിചാരിച്ചു ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണാതെ നമുക്ക് ഇങ്ങനെ ചെയ്യില്ല. മമ്മൂക്കയോട് പറയാനുള്ളത്, നമുക്ക് വിശ്രമിച്ചോ. ഈ സിനിമ ഞങ്ങൾ ഏറ്റെടുക്കും. ഈ മലയാളികൾ ഏറ്റെടുക്കും. ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഏറ്റെടുക്കും. ലോക സിനിമയെ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ ഏറ്റെടുക്കുന്നത്. നെഗറ്റീവ് ഓളികളെല്ലാം വീട്ടിൽ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഡീഗ്രേഡിങ് ഇതിനകത്ത് എടുക്കണ പ്രശ്നമേ ഇല്ല. അമ്മാതിരി സിനിമയുടെ കാണുന്നവർ പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി മതിയാവും. ആ കാണുന്നവർ ഞെട്ടിക്കുന്ന സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. അത്രയും ഡീനോ എന്നാ പണി വെച്ചിരിക്കാൻ അടിപൊളി പടം എന്ന് വെച്ചാൽ സൂപ്പർ ഡയറക്ഷൻ. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാൻ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടാണ് സിനിമാറ്റോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ എല്ലാം. അടിപൊളി പടം. മമ്മൂക്കയുടെ സ്വാഗ് സ്റ്റൈൽ ഒരു രക്ഷയില്ല. കിടിലം പടം. സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നെ കുറേ നാളെയൊക്കെ മലയാളത്തിൽ അടിപൊളി പടം വന്നത്. മാസ് ഡയലോഗ് അത്യാവശ്യം എല്ലാ രീതിയിലും. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഉണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതുപോലെ സിനിമാറ്റോഗ്രാഫി വളരെ നൈസ്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ പ്രിസൈസ്, ഭയങ്കര സൂപ്പർ. ബ്രില്യൻ്റ് വർക്ക്. ഒരു നമ്മുടെ വിഷു അങ്ങ് മമ്മൂക്ക എടുത്തേക്കാണ്. വിഷു മമ്മൂക്ക തൂക്കിയൊക്കെയാണ്. 100 കോടി സിമ്പിൾ 100 കോടി. കിടലം പടം. ഒരു രക്ഷയില്ല. ക്ലാസ് പടം. വലിയ സൂപ്പറായിരുന്നു. അടിപൊളി പടമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു പടം. പൊളിച്ചു വഞ്ഞ പടം. 75 വയസ്സായിരുന്നാലും പ്രായത്തിനും സമ്മതിച്ചു കൊടുക്കണം. സൂപ്പർ പടമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എന്താണ് ഈ പടത്തിൽ എടുത്തു പറയാനുള്ളത്? സൂപ്പർ. നമ്മൾ പൊളിച്ചു വഞ്ഞു. അടിപൊളിയായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനമല്ല. വെട്ടിപ്പിക്കായിരുന്നു. സൂപ്പറായിരുന്നു. സൂപ്പർ പടം. സൂപ്പർ. പറയാനൊന്നുമില്ല. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു തിരിച്ചു വരവാണ്. എമ്പുരാൻ പോലെ അല്ല ഇത് വൻ ഹിറ്റാവും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. 100 കോടി ക്ലബ്ബ് ആയി. എന്തായാലും മമ്മൂട്ടി എത്ര അശ്രദ്ധ കിടന്നാലും പടം എന്തായാലും ഹിറ്റാവും. അടുത്ത പടം എന്തായാലും ഇതുപോലെ ഹിറ്റാവും. ഉറപ്പാണ്. ഞാൻ മമ്മൂക്ക ഫാനാണ്. എന്തായാലും പടം സൂപ്പർ. പറയാനൊന്നുമില്ല. വേറെ ലെവല്. അപ്പൊ എമ്പുരാനെ കടത്തി വെട്ടും. പിന്നെ ഹൈ ലെവലല്ലേ പടം. ലാസ്റ്റത്തെ രംഗവും സൂപ്പർ. പടം സൂപ്പർ. പടം കിടിലം പടം. കിടിലം വെച്ചാൽ പടത്തിന്റെ ഒരു 60% വരെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മൂവി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവസാനത്തെ ഒരു 40 മിനിറ്റ് കൊണ്ട് പടം വേറൊരു ലെവലായി. എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എന്താ പറയാ, നമ്മളങ്ങ് അറിയാതെ കൈയടിച്ചു. അതാണ് ആ പടത്തിന്റെ ഒരു സൂപ്പർ പടം. ഇതാണ് പടം. ക്ലൈമാക്സ് പൊളിച്ചടിക്കുക. 1/2 മണിക്കൂർ. മമ്മൂക്ക ഒരു വൻ ബ്രാൻഡ് തന്നെയാണ്. കിടിലൻ ക്ലൈമാക്സ്, കിടിലൻ അഭിനയം, വെറൈറ്റി അഭിനയം. മമ്മൂക്ക ഇതുവരെ കാണാത്ത വെറൈറ്റി അഭിനയമാണ് ഈ പടം കയറി കാണുക. വെറൈറ്റി പടമാണ്. സൂപ്പർ പടം. മമ്മൂക്ക പറയണ്ട, ഇതുവരെ കാണാത്ത അഭിനയം. വെറൈറ്റി പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. അടിപൊളി പടം. BGM ഒക്കെ ഒരു രക്ഷയില്ല. അതായത് മമ്മൂക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാനറിസത്താണ് ക്ലൈമാക്സിൽ വരുന്നത്. ഈ മങ്കാത്ത സിനിമ കണ്ടതുപോലെയൊക്കെ ഒരു 80%ഓളം കുറച്ച് ലാഗാണ് സിനിമ. പക്ഷേ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. BGM ആയാലും ശരി. ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ലൈമാക്സിലെ മമ്മൂക്കയുടെ പെർഫോമൻസ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു മാനറിസമാണ് വരുന്നത്. അതായത് അതൊരു ഫാൻസുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും അർമാദിക്കാനുള്ള സാധനമുണ്ട്. ഈ വിഷയം എന്തായാലും ഞങ്ങൾക്കുള്ള മമ്മൂട്ടി ഫാൻസ് മാത്രമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്താൽ പൈസ മുതലാണ്. അടിപൊളി സിനിമ. നല്ല പടം. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പ്രായത്തിൽ പോയാണെങ്കിൽ ദുഃഖ സൽമാനൊക്കെ അനിയനെ പോയാലും മമ്മൂട്ടി ഈ ഫിലിമിൽ കണ്ട അത്രയ്ക്ക് നല്ല ഇതായിരിക്കും. നല്ല പടം. ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ സൂപ്പർ പടം. നല്ല പെർഫോമൻസ്. സൂപ്പർ പടം. നല്ലൊരു സ്റ്റൈലിഷ് പടമാണ്. മമ്മൂക്കയുടെ ഏറ്റവും നല്ല ചിത്രം. നല്ല 1 man ഷോ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും നല്ല പടം. കൊള്ളാം. ക്ലൈമാക്സ് സൂപ്പറായിട്ടിരിക്കുന്നു. ക്ലൈമാക്സ് ആദ്യം തൊട്ട് അവസാനം വരെ മമ്മൂക്ക പൊളിച്ചടിക്കും പടത്തിൽ. സൂപ്പർ പടം. ക്ലൈമാക്സിൽ 30 മിനിറ്റ്സ് മമ്മൂക്ക അഴിഞ്ഞാടിയിട്ടുണ്ട്. അടിപൊളി. ഫാൻസിന് ഒരു ട്രീറ്റ് ആണ്. എന്താണ് ജോണർ വരുന്നത്? എന്താണ് പടത്തിന്റെ ജോണർ? എന്താണ് പറയുക, സ്റ്റൈലിഷ് ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഒരു ഗെയിമിംഗ് റിലേറ്റഡ് ഒരു തീമായിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിന് തന്നെ പടം വർത്താണ്. മസ്റ്റ് വാച്ച് ആണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ടത്? ട്വിസ്റ്റ് ഉണ്ട്. അത് കൊള്ളായിരുന്നു.